സംസാരിച്ചിടുവൻ വായ്യാലും എൻ ഹൃദയ വിവേകത്തെ ധ്യാനിക്കും. മുടക്കത്തോടും ഭയത്തോടും മുടക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിൽ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിക്കുന്ന സുവിശേഷകനായ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായിൽ നിന്നും നമ്മുടെ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. ഒരുവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, എന്നാൽ ദാസൻ തന്റെ യജമാനൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നറിയുന്നില്ല. എന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. നിങ്ങളെന്നെ തെരഞ്ഞെടുത്തതെല്ലാം ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. നിങ്ങൾ പോയി ഫലം ഉത്പാദിപ്പിക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽപ്പാനും വിധം നിങ്ങളെ ഞാൻ നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനായി ഞാൻ ഇങ്ങനെ കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ ദേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ അത് എന്നെ ദേഷിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞുകൊള്ളുകയും. നിങ്ങൾ ലോകസംബന്ധികളായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകസംബന്ധികളല്ല, എന്നാൽ ലോകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തതാകുന്നു. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത്. ദാസൻ യജമാനേക്കാൾ വലിയവനല്ലെന്ന് ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ ഓർത്തുകൊള്ളുകയും. അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്റെ വചനം ആചരിച്ചെങ്കിൽ നിങ്ങളുടേതും ആചരിക്കും. എന്നാൽ എന്നെ അയച്ചവനെ അവർ അറിയായികയാൽ എന്റെ നാമനിമിത്തം ഇതെല്ലാം അവർ നിങ്ങളോട് പ്രവർത്തിക്കും. ഞാൻ ഒന്ന് പറയാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ സ്വന്തം പാപത്തിന് വഴികഴിവില്ല. എന്നെ ദ്വേഷിക്കുന്നവർ എന്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു. മറ്റൊരുവനും ചെയ്യാത്ത കർമ്മങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ അവർ കണ്ടിട്ടും ഇപ്പോൾ എന്നെയും എന്റെ പിതാവിനെയും ദ്വേഷിച്ചിരിക്കുന്നു. അവർ വെറുതെ എന്നെ ദ്വേഷിച്ചു എന്ന് അവരുടെ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെ നിവൃത്തിയായി. എന്നാൽ പിതൃസന്നിധിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്കായി അയക്കുന്ന ആശ്വാസദാതാവ് എന്റെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യസ്വരൂപനായ ആത്മാവ് വന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടിയിരിക്കുന്ന നിങ്ങളും സാക്ഷികളാകുന്നു. നിങ്ങളുടെ പോകാൻ നിൽക്കാനുമായി ഞാൻ പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സംഘത്തിൽ നിന്ന് ബഹിഷ്കരിക്കും. ഓരോരുത്തരും നിങ്ങളെ വധിക്കുന്നത് ദൈവത്തിന് വഴിപാട് അർപ്പിക്കുകയാണെന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടവും വരും. അവരുടെ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായി.